നമസ്കാരം. ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതരാണ് റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും. ബിഗ് ബോസ് താരമായ റോബിനും നടിയും സംരംഭകയുമായ ആരതിയും കണ്ടുമുട്ടുന്നത് ഒരു അഭിമുഖത്തിനായാണ്. ആ സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും എത്തുകയായിരുന്നു. ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ഇരുവരും. സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങൾ. പല വിവാദങ്ങളും റോബിന്റെ ജീവിതത്തിലുണ്ടായപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്ന ആളാണ് ആരതി. ഇടക്കാലത്ത് റോബിനും ആരതിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരും പിരിയുകയാണെന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് റോബിനും ആരതിയും. റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. വിവാഹ നിശ്ചയം വലിയ ആഘോഷമായിട്ടായിരുന്നു നൽകിയത്. ഇപ്പോഴത്തെ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് റോബിനും ആരതിയും. ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് റോബിനും ആരതിയും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. പലരും ചോദിക്കുന്നു, കല്യാണം കഴിക്കുന്നില്ലേ എന്ന്. ഞങ്ങൾ തമ്മിലാണ് കല്യാണം കഴിക്കുന്നത്. ശരിയായ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിക്കും. പക്വതയുള്ള വ്യക്തികളാണ്. എനിക്ക് 34 വയസ്സായി. ആരതിക്കും അത്യാവശ്യമുണ്ട്. പ്രായപൂർത്തിയായ ആളുകളാണ് ഞങ്ങൾ കല്യാണം കഴിച്ചോളും. ആരും വിഷമിക്കേണ്ടതില്ല എന്നാണ് റോബിൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. ശരിയായ സമയമാകുമ്പോൾ കഴിക്കും. രണ്ടുപേരും വ്യക്തിപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. പലർക്കും അറിയേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നുവെന്നാണ്. നിശബ്ദമായിരുന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. തിരിച്ചുവരവിന് ചില തയ്യാറെടുപ്പുകൾ വേണ്ടിവരും. അതാണ് ഞാൻ നിശബ്ദമായി ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങളുടെ പിന്തുണയുണ്ടെന്നും റോബിൻ പറയുന്നുണ്ട്. അതേസമയം വീഡിയോയ്ക്ക് കമന്റുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. റോബിനെയും ആരതിയെയും വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ. അല്ല ഡോക്ടർ, നിങ്ങൾ തന്നെയല്ലേ പലപ്പോഴും കല്യാണം എന്ന് പറഞ്ഞു നടക്കുന്നത്? 2023 ബർത്ത്ഡേ ലാസ്റ്റ് ബാച്ചലർ ബർത്ത്ഡേ ആണ് എന്നും ജൂൺ 24 വെഡ്ഡിംഗ് ഡേറ്റ് എന്നും ഒക്കെ ഇൻസ്റ്റയിൽ ഇട്ടതും അതുകൊണ്ടല്ലേ പറഞ്ഞ ഡേറ്റ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നത്? ഡോക്ടർ, നിങ്ങൾക്ക് 34 വയസ്സായി. ആരതിക്ക് ഈ സെപ്റ്റംബർ 30 മിഡിൽ ഏജ് ആയി രണ്ടുപേരും എന്നായിരുന്നു ഒരാളുടെ കമന്റ്. ഈ സെയിം ഡയലോഗ് അല്ലേ ദിൽഷ പറഞ്ഞത് കല്യാണത്തെ പറ്റിയിട്ട്? അന്ന് എനിക്ക് പ്രായമായി വരികയാണ്, ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൊടീനെ കണ്ട് വിത്തിൻ വീക്സിൽ ഇഷ്ടമാണെന്ന് പറയുന്നു. എന്തൊക്കെയായിരുന്നു? ദിൽഷ കിളവിയാണെങ്കിൽ ദിൽഷയുടെ അമ്മയുടെ പ്രായമുണ്ട് പൊടിക്കുഞ്ഞിന്. വയസ്സ് പറയുന്നത് ഇത്ര പ്രശ്നമാണോ? ഇവന് എന്നും 34 ബിഗ് ബോസ് കാലത്ത് 34. ആ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 കൊല്ലമായി എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ. അതേസമയം റോബിന് പിന്തുണയുമായും ചിലരെത്തുന്നുണ്ട്. ഇതിൽ കുറെ ദിൽഷ ഫാൻസ് വന്നു ദിൽഷ അതല്ലേ ഇതല്ലേ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അന്ന് ഡോക്ടർ മുട്ടി നിൽക്കുകയായിരുന്നല്ലോ എന്നൊക്കെ. ബട്ട് ഒരു കാഴ്ചക്കാരി എന്ന നിലയിൽ ഞാൻ പറയാം, ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. ഏകദേശം മാരീഡ് ആയതുപോലെ തന്നെ നിശ്ചയം കഴിഞ്ഞാൽ. പക്ഷെ അന്ന് ദിൽഷ ഒരു ഉറപ്പ് കൊടുത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുപോലെ ദിൽഷയും പറഞ്ഞു ആലോചിക്കാൻ 1 വർഷം വേണമെന്ന്. അതന്ന് ദിൽഷയുടെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാരും കണ്ടില്ലേ? 1 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ദിൽഷ മാറ്റി പറഞ്ഞാലോ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. അടുത്തിടെ ആരതിയുടെയും യൂട്യൂബ് ചാനൽ റോബിനും ആരതിയും ഒരു വീഡിയോ പങ്കിട്ടിരുന്നു. 22-ാം തീയതി തനിക്കൊരു സർജറി ഉണ്ടെന്നാണ് റോബിൻ പറഞ്ഞിരുന്നത്. ആരതിയും റോബിനൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിരുന്നു. റോബിൻ അതിനായ അനുവാദം വാങ്ങിയിരുന്നു. ഓപ്പറേഷന്റെ ആഫ്റ്റർ എഫക്ട് മുഖത്ത് മുഴുവൻ നീര് വന്നതിനാൽ റോബിൻ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. സർജറിയെക്കുറിച്ചും റോബിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ആരതിപ്പൊടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി നടന്നു. ഇപ്പോൾ റോബിൻ ചേട്ടൻ റെസ്റ്റിലാണ്. ഡോക്ടറുടെ അവസ്ഥ അന്വേഷിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. റോബിൻ ചേട്ടൻ സുഖമായിരിക്കുന്നു. മുഖത്ത് മുഴുവൻ നീരുണ്ട്. അതിനാലാണ് വീഡിയോയിൽ വരാത്തത്. മൂക്കിന് മുകളിലുള്ള സ്റ്റിച്ച് എടുത്തു. 1 മാസം എടുക്കും എല്ലാം മാറി വരാനെന്നാണ് ആരതി പൊടി പറഞ്ഞത്. പിന്നാലെയായിരുന്നു ഈ വീഡിയോ പുറത്തു വന്നത്.